ജയസൂര്യൻ സാർ അടിമുടി ദുരൂഹതയാണ് ശബരിമലയിൽ. നമ്മള് യഥാർത്ഥത്തിൽ അമ്പലം വിഴുങ്ങികൾ, അമ്പലക്കള്ളൻ എന്നൊക്കെ നമ്മൾ ചിലരെ വിളിക്കും. അത് ഏതെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ മോഷണമോ അല്ലെങ്കിൽ തിരിമറിയോ എന്തെങ്കിലും ഒരു തരികിടയൊക്കെ കാണിച്ചവരെയായിരിക്കും. ഇത് മോഷണം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് ശബരിമലയിലാണെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ അന്ന് ഈ ഒരു ദ്വാരപാലക പീഠത്തിന്റെ അങ്ങനെയൊക്കെ പണി നടക്കുന്ന സമയത്ത് അന്ന് ആ പണി ചെയ്തിരുന്ന അവരിൽ ഒരാൾ പറയുന്നത് ഞങ്ങള് ജോലി ചെയ്യുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ സ്വർണമായിരുന്നു, തനി തങ്കമായിരുന്നു. പക്ഷെ അത് 10-19 വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷെ 2025 എത്തിയപ്പോഴേക്കും ആ സ്വർണമെല്ലാം ചെമ്പായി മാറി. എന്റെ ആദ്യത്തെ ചോദ്യം അതാണ് ജയസൂര്യൻ സാർ. യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുന്നേയുള്ള സ്വർണം കാലപ്പഴക്കം കാരണം ചെമ്പായി തീരുമോ? ശബരിമലയിൽ സംഭവിച്ചത് അങ്ങനെയാണ്. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പത്മകുമാറിന് കത്തയച്ചതിൽ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള സ്വർണം അതൊരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തരണമെന്നാണ്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഒരു കാണിക്കയായോ നേർച്ചയായോ കുറച്ച് സാധനങ്ങൾ നൽകുന്നു. ആ സാധനത്തിൽ നിന്ന് ബാക്കി എനിക്ക് ഇന്നേ ആവശ്യത്തിന് വേണം എന്ന് പറയുന്ന ഒരു രീതി എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അത്തരം സമ്പ്രദായങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെയോ അമ്പലങ്ങളെയോ ചുറ്റിപ്പറ്റി ഇതിനു മുൻപ് നടന്നതായി നമുക്ക് ആർക്കും അറിവില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശബരിമലയിൽ നടക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം മാത്രം മതിയോ ശബരിമലയിലെ ഈ ക്രമക്കേട് അന്വേഷിക്കാൻ? CBI പോലെയുള്ള ഏജൻസികളുടെ ആവശ്യമുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. മറ്റൊന്ന്, ദേവസ്വം ബോർഡ് തന്നെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലും സൂചിപ്പിച്ചിരിക്കുന്നത് മോഷണം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജയസൂര്യൻ സാർ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്നത്? ഇവിടെ നീതു സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി ഈ കാര്യം അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഹൈക്കോടതി പോലെയുള്ള ഒരു വലിയ ഭരണഘടനാ സ്ഥാപനം ശബരിമലയിലെ സ്വർണത്തെ സംബന്ധിച്ച വിഷയത്തിൽ അന്വേഷണം ഏർപ്പെടുത്തണം എങ്കിൽ അതീവ ഗുരുതരമാണ് ഈ വിഷയം എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ ഹൈക്കോടതിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. ഹൈക്കോടതിയുടെ പണി പോലീസിന്റെ പണിയല്ല. ഹൈക്കോടതിയുടെ പണി CBIയുടെ പണിയല്ല. പിന്നെ ആ ഹൈക്കോടതി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് തോന്നി. ഹൈക്കോടതിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഹൈക്കോടതി ഇടപെടുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വേറെ എവിടെയെല്ലാം മോഷണം നടക്കുന്നു? ബാങ്ക് കൊള്ള നടക്കുന്നില്ലേ? ബാങ്കിൽ സേഫ് അടക്കം അടിച്ചുകൊണ്ട് പോകുന്നില്ലേ? അവിടെയൊന്നും ഹൈക്കോടതി ഇടപെടാറില്ലല്ലോ. പിന്നെ നമ്മുടെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലും കൊള്ള നടക്കുന്നില്ലേ? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും ഹൈക്കോടതി ഇടപെടാറില്ലല്ലോ. അപ്പോ ശബരിമലയിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ കൊണ്ടുപോയി അർപ്പിച്ച കോടാനുകോടി വിലയുള്ള, അതിനെ വിലയൊന്നും അങ്ങനെയൊന്നും ഇടാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പൊതുവായിട്ടുള്ള സ്വത്തിനെ കള്ളന്മാരും കൊള്ളക്കാരും ഇടപെട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന തോന്നൽ ബലപ്പെട്ടത് കൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ എന്തോ ചിലത് സംഭവിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ പിടി മുറുകിയപ്പോഴാണല്ലോ ദേവസ്വം ബോർഡ് പറയേണ്ടി വന്നത് മോഷണം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശബരിമല ഭരിക്കുന്നത് കാട്ടുകള്ളന്മാരാണ്. കാട്ടുകള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ആദിവാസികൾ കൊണ്ട് കേസ് കൊടുക്കും. അതുകൊണ്ട് നാട്ടുകള്ളന്മാരെന്ന് ഞാൻ തിരുത്തി പറയാണ്. നാട്ടിൽ നിന്നുള്ള കള്ളന്മാരാണ് അവിടെ ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തവും സമഗ്രവുമായ അന്വേഷണം വേണം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഭരണകൂടത്തിന്റെ അന്വേഷണ സംവിധാനങ്ങളും പോലീസും വിജിലൻസും എല്ലാം ഈ കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള തിരക്കഥ എഴുതുന്ന തിരക്കിലായിരിക്കും ഇപ്പോൾ. കാരണം അവർ ഭരണകൂടത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ സംസ്ഥാനത്ത് 34,600 ക്ഷേത്രങ്ങളാണുള്ളത്. ഞാൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. 34,600 ക്ഷേത്രങ്ങളാണ് കേരളത്തിലാകമാനം ഉള്ളത്. വലിയ ക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളും ഉൾപ്പെടെ. അതിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ക്ഷേത്ര ബോർഡുകൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഈ 3 ദേവസ്വം ബോർഡുകളുടെ കീഴിലാണ് സർക്കാർ ഭരിക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ ഉള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1248 ക്ഷേത്രങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി വരുന്ന 32,000-ൽ പരം ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് ഭക്തജനങ്ങളാണ്.
എന്നിട്ട് അവിടെയെങ്ങും ഇതുവരെ യാതൊരു വിധത്തിലുമുള്ള ദോഷങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരു തരി സ്വർണ്ണം ആരെങ്കിലും മോഷ്ടിച്ചതായിട്ട് ആർക്കും പരാതിയില്ല. ഈ പറയുന്ന ശബരിമലയും ഗുരുവായൂരും അടക്കം കാട്ടുകൊള്ള, തീവട്ടിക്കൊള്ള നടക്കുന്ന ഈ ക്ഷേത്രങ്ങൾ പോലെ തന്നെ വലിയ ക്ഷേത്രങ്ങളും സമ്പത്തുള്ള ക്ഷേത്രങ്ങളും മറ്റു ക്ഷേത്രങ്ങളിലുണ്ട്, നമുക്കറിയാം. അപ്പോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ ദേവസ്വം ബോർഡിന്റെ സഹായമുണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ മാത്രം എന്തുകൊണ്ട് ഈ ആക്ഷേപം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ നടക്കുന്നു? എന്തുകൊണ്ട് ഈ കൊള്ള നടക്കുന്നു? അപ്പോൾ വളരെ വ്യക്തമാണ്, കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനും അവിടുത്തെ സ്വത്ത് കൊള്ള ചെയ്യാനും വ്യക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നു. രാഷ്ട്രീയക്കാര് ക്ഷേത്രത്തെ കൊള്ള ചെയ്യുന്നു. ഇത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഭരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോവാത്തത്? എന്തുകൊണ്ടാണ് മുസ്ലിം ദേവാലയങ്ങൾ ഭരിക്കാൻ രാഷ്ട്രീയക്കാർ പോവാത്തത്? എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസോ CPM-ഓ കമ്മിറ്റി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് ബോർഡ് ഉണ്ടാക്കാത്തത്? ഇപ്പൊ ദേവസ്വം ബോർഡ് പോലെ ക്രിസ്ത്യൻ പള്ളിക്ക് ബോർഡില്ലല്ലോ. ദേവസ്വം ബോർഡ് പോലെ മുസ്ലിം മോസ്കുകൾക്ക്, മുസ്ലിം ദേവാലയങ്ങൾക്ക് ബോർഡില്ലല്ലോ. എന്താ ബോർഡില്ലാത്തത്? അപ്പോൾ അവിടെയൊക്കെ ഇടപെടാൻ പേടിയുണ്ട്. അവിടെ കയറി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ മുഖ്യമന്ത്രി കസേര കാണുകയല്ല, മന്ത്രിസഭയും കാണുകയല്ല. ഹിന്ദുവിന്റെ നെഞ്ചത്ത് എന്തും ചെയ്യാം, ആർക്കും ഹിന്ദുവിന്റെ മുതുകത്ത് കയറാം, ഹിന്ദുവിന്റെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോകാം. ഇത്ര വലിയ അരാജകത്വം, ഇത്ര വലിയ കൊള്ള ഹിന്ദുവിനെതിരെ മാത്രം നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിക്കുണ്ടായ ആശങ്കയാണ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. അതുപോലെ ക്ഷേത്രത്തിലെ ഏതെങ്കിലും സ്വത്ത് സമൂഹത്തിന് പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലെ സപ്താഹങ്ങൾ നടക്കും. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സപ്താഹങ്ങൾ നടത്തുന്ന ഒരു ആചാര്യനാണ് സ്വാമി ഉദിത് ചൈതന്യം. അദ്ദേഹത്തിന്റെ സപ്താഹങ്ങളില് പ്രഭാഷകനായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്, അവിടെ സ്വർണവും പണവും വസ്ത്രവും സദ്യയും എല്ലാം കൊടുത്ത് നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് വന്നു ചേരുന്ന സ്വത്ത് ഇതുപോലെ വിവാഹം നടത്താൻ വേണ്ടി സപ്താഹവേദികളിൽ നിരവധി ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഉദിത് ചൈതന്യയുടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നിരവധി ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ക്ഷേത്രത്തിനകത്തു വെച്ച് നടക്കുന്നുണ്ട്. അവിടെ സമൂഹ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ട സ്വർണം ജനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. സദ്യക്കുള്ള ചെലവ്, വസ്ത്രത്തിനുള്ള ചെലവ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ക്ഷേത്രത്തിൽ വിധിയുണ്ട്, അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണാതെ പോയ സ്വർണം കല്യാണം നടത്താൻ കൊണ്ടുപോയെന്നൊരു കഥ കൊണ്ടുവരുന്നതിന്റെ അർത്ഥം ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടിയാണ്. ഇത് അയ്യപ്പ പണിക്കരുടെ പഴയ ഒരു കഥയുണ്ട്, കവിതയുണ്ട്. വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിക്കരുതേ എന്ന് പറഞ്ഞ് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അമ്പലം മോഷ്ടിച്ചെങ്കിലും സ്വർണം മോഷ്ടിച്ചെങ്കിലും എന്താ, കല്യാണം നടത്താനല്ലേ എന്നുള്ള ഒരു ചോദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് ചോദ്യം മാത്രമാണ്. അതായത് കണ്ണിൽ പൊടിയിടാനുള്ള ചോദ്യം മാത്രമാണ്. അപ്പോ കല്യാണം നടത്താനാണെങ്കിൽ മോഷ്ടിക്കണം. മോഷ്ടിച്ച സ്വർണം കൊണ്ടാണോ കല്യാണം നടത്തുന്നത്? കല്യാണം നടത്താനാണെങ്കിൽ അന്തസ്സായിട്ട് പൈസ കൊടുക്കണം. പകൽ പോലെയുള്ള വെളിച്ചത്തിൽ അത് ഭക്തജനങ്ങൾ തരുമല്ലോ. ഞാൻ ഈ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ, ഭക്തജനങ്ങൾ തരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ, ഞാനിതൊക്കെ കണ്ട് അനുഭവിച്ച ആളായതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ കേട്ടതല്ല. അതായത് നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹം നടത്താൻ വേണ്ടി സ്വർണം തരണം എന്ന് പറഞ്ഞ് ഒരു കാണിക്ക വഞ്ചി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വച്ചാൽ അവിടെ സ്വർണം അർപ്പിക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ഇവിടെയുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സപ്താഹവേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിർധനരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടി നിങ്ങൾ സ്വർണം അർപ്പിക്കുന്നെങ്കിൽ സ്വർണം അർപ്പിക്കാൻ വേണ്ടി ഒരു പാത്രം, പണമാണെങ്കിൽ അത് അർപ്പിക്കാൻ വേണ്ടി പാത്രം, സാരിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അവിടെ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുള്ള സ്ഥലമാണ് കേരളം. അതിനാർക്കൊരു മടിയില്ല, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇതൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, മോഷ്ടിച്ച സ്വർണം കൊണ്ട് മാത്രമേ ഞങ്ങൾ കല്യാണം നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ഭരിക്കുന്നത് എന്താ, വീരപ്പനാണ്. അപ്പോ ആ രീതിയിലുള്ള ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോ കള്ളൻ ന്യായം പറയുന്നു മാത്രമേ ആ പറയുന്നതിന്റെ അർത്ഥമുള്ളൂ.
എന്തു തന്നെയാണെങ്കിലും ഈ അതിഗൗരവമായിട്ടുള്ള ഈ വിഷയം ശബരിമലയിൽ മാത്രം ഒതുക്കി നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂരിൽ ഇതിനേക്കാൾ വലിയ കൊള്ളയാണ് നടക്കുന്നത്. അവിടെയും ഹൈക്കോടതി പറഞ്ഞ കണക്കുകൾ വെച്ചുകൊണ്ട് അന്വേഷിക്കട്ടെ. ഹൈക്കോടതി തന്നെ ഗുരുവായൂരിലെ സമ്പത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ കണ്ടെത്തലിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചും കോടിക്കണക്കിന് രൂപ അന്യായമായി കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ചുമുള്ള അന്വേഷണം ശബരിമലയിൽ മാത്രം ഒതുക്കരുത്, ഗുരുവായൂരിലേക്കും മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ശബരിമലയിൽ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് ശബരിമലയിൽ മാത്രമായി ഒതുങ്ങുന്ന വിഷയമല്ല. ഇത് ഗുരുവായൂരടക്കം ഏറ്റുമാനൂരടക്കം അങ്ങനെ 1248 ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയും സമ്പത്തിനെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും ശബരിമലയിൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് ഹൈക്കോടതിയും സൂചിപ്പിക്കുന്നത്. ഒരു മോഷണം നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഹൈക്കോടതി. മോഷണത്തിന് തെളിവുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം അവിടെ നിന്ന് ലഭിച്ച മഹസറാണ്, അതിലുള്ള ക്രമക്കേടുകളാണ്. എന്തായാലും സീല് വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ അതിന്റെ രീതിയിലുമൊക്കെ അത് ചെയ്തിരിക്കുന്ന രീതിയിലുമൊക്കെ ഹൈക്കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. സംശയമാണ് ഹൈക്കോടതിക്ക് പല കാര്യത്തിലുമുള്ളത്. അതിനെയൊക്കെ തീർക്കാൻ വേണ്ടി കൂടിയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘം ശബരിമലയിൽ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയച്ച ചില ഇമെയിലുകളും പുറത്തു വരുന്നുണ്ട്. അതിലാണ് ഈ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സ്വർണം തിരികെ വേണം എന്ന് പോലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.